ആചാര്യ പറഞ്ഞു നിർത്തിയത് രക്ഷയാഗം കഥയാണ്. അതിൽ പറഞ്ഞ തത്വം എന്തായിരുന്നു? വേദഭാവന പാടില്ല, ഈശ്വരീയ ബുദ്ധിയും വരാൻ പാടുള്ളൂ, ഭഗവാനിൽ ഭക്തിയും വിഷയങ്ങളിൽ വിരക്തിയുമാണ് വേണ്ടത്. ഭാഗവതത്തിലുടനീളം ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മനസ്സിന്റെ മാറ്റം അതാണ് വേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രകൃതി നിയന്ത്രിക്കുന്നത് ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ്. എല്ലാവർക്കും ഉണ്ട്, സത്വ രജോ തമോ ഗുണം എല്ലാവർക്കും ഉണ്ട്. ഉണ്ടായി വന്നതിനൊക്കെ ഇത് തന്നെ. ഒരു സമയത്തേ അല്ല, കുറച്ചുകൂടെ നമ്മൾ കുറച്ച് അങ്ങനെ വായനയൊക്കെ കേട്ട് കുറച്ച് ഇറങ്ങിയിട്ട് നമോണായിരുന്നു. പാട്ടൊക്കെ പാടി ആചാര്യ ഭക്തി പടുത്ത സ്വാധീനം നിങ്ങൾ വീണ്ടും ഓർമ്മേണ്ട പ്രഭാഷണം കേട്ട് അപ്പോൾ അത് നമ്മളായി അങ്ങനെ മാറി എപ്പം ഞങ്ങൾ വരുന്ന അറിയില്ല. അതുപോലെ തന്നെ കോപതാപങ്ങളും അതാണ് പറയുന്നത്. ആഗ്രഹമാണ്, മനസ്സിന്റെ മാറ്റമാണ് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് ആഗ്രഹമാണ്. എപ്പോഴും നമ്മൾ ഓരോന്നിങ്ങനെ അനുനിമിഷം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സെന്ന് പറയുന്നത് ഫ്ലോ ഓഫ് തോട്ട്സ് ആണ്. അപ്പൊ എന്താണ്, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത്, അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ രക്ഷപ്പെട്ടുള്ളൂ, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ് മനസ്സിൽ. അപ്പൊ എന്താ, അതിനൊരു തൃപ്തി വരുന്നത് ഉണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞു വന്നത്? ഏറ്റവും ഉയർന്ന നിലയിലുണ്ടായിരുന്ന ദക്ഷന്റെ അധപ്പതനമാണ് നമ്മൾ കണ്ടത്. പ്രജാപതിയൊക്കെ ആയിരുന്നു. എന്താണ് വേണ്ടത്? പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളിലുള്ള സംരക്ഷണമൊക്കെയാണ് വേണ്ടത്. ഒരു തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളും രക്ഷിച്ചു വരികയാണ് വേണ്ടത്. പക്ഷെ അഹങ്കാരം അതാണ് നമുക്ക് ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന കുട്ടികളുടെ അമ്മ അച്ഛൻ ഒക്കെ പ്രതീക്ഷയാണ്. ചുറ്റുപാടൊക്കെ നമുക്ക് ഫേവറായിട്ട് നിൽക്കുന്നതിന്റെ ആഗ്രഹം അത് എപ്പോഴും ഉണ്ടായി നമുക്കൊക്കെയുണ്ട്. പക്ഷെ ഒന്നും നിലനിൽക്കില്ല. ഏറ്റവും തുടക്കത്തിൽ ആചാര്യം എന്താണ് പറഞ്ഞത്? അതിലെന്താണ് പറഞ്ഞു വന്നത്? സൃഷ്ടി സ്ഥിതി സംഹാരം അതിന്റെയൊക്കെ ആധാരം ഭഗവാനാണ്. അപ്പോ 3 കാലത്തും ഉള്ളത് ആ സത്യം മാത്രമാണ്. അതിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മളൊക്കെ ഇന്ന് നാളെ കാണില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്വഭാവം. ഇന്ന് നാളെ ഇതാവും. ഇന്ന് സ്നേഹമായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ തല്ലുള്ളൂ. അപ്പൊ നമ്മുടെ സ്വഭാവം എല്ലാം മാറ്റമുള്ളതാണ്. മാറ്റമുള്ളതിനെ ആരെങ്കിലും ആശ്രയിക്കുന്നില്ലല്ലോ. നിത്യവും സത്യവുമായിട്ടുള്ളതിനെ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ. അത് എല്ലാവരിലും ഉണ്ട്. എല്ലാ ജനാലകളിലും കുടികൊള്ളുന്നത് ആ ഭഗവാനാണ്. അപ്പൊ നമ്മൾ വസുദേവ കുടുംബമാണ് എന്നുള്ള ധാരണയോട് കൂടി നമ്മൾ അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നില്ല. യജ്ഞഭാവത്തിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തന്നില്ല. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഏറ്റവും ഉയർന്ന നിലയിലുള്ള ദക്ഷന്റെ അധപതനം കണ്ടു. ഇനി ഏറ്റവും ധ്രുവന്റെ കഥ നമുക്ക് കേൾക്കാം. ധ്രുവൻ എന്തായിരുന്നു? അച്ഛൻ പോലും അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാണ്ട് സുരുചിയുടെ പിന്നാലെ പോയ ഉത്താനപാദന്റെ മകനാണ് ധ്രുവൻ. അദ്ദേഹത്തിന്റെ ആ ധ്രുവ പദവിയിലേക്ക്, ആ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് എങ്ങനെ എത്തിയുള്ള കഥയാണ് അടുത്തത്. അപ്പോ ലക്ഷണം വിസർഗമാണ്. ചതുർത്ഥസ്കന്ധത്തിന്റെ ലക്ഷണം വിസർഗമാണ്. 4 രീതിയിലാണ് അത് പറഞ്ഞിരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ധർമ്മത്തെ പറ്റി പറഞ്ഞു. ധർമ്മത്തിൽ കൂടിയേ നടക്കാവൂ, ധർമ്മത്തിൽ കൂടിയേ അർത്ഥം സമ്പാദിക്കാവൂ എന്നുള്ളത് കൂടി ഇവിടെ കാണിച്ചു തരികയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രജോ ഗുണം. നമുക്കൊക്കെ മനുഷ്യന്മാർക്ക് രജോ ഗുണമാണ് കൂടുതൽ. ജാഗ്രതാവസ്ഥയിൽ നമ്മൾ എപ്പോഴും രജോ ഗുണത്തിൽ കൂടി തന്നെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ രജോ ഗുണ കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ കണ്ടു നമ്മൾ കാമം. ആ കാമത്തിന്റെ അനുജൻ പറഞ്ഞു, കാമാനുജൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ക്രോധം. ഇതൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഹങ്കാരത്തിന്റെ പിന്നാലെ പോയാൽ നമുക്ക് കാമം, ക്രോധം, മോഹം, ലോകം, മതം, മാത്സര്യം വിജ്ഞാനികൾ വന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ കൂടെ പോയാൽ ഭഗവാൻ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പുഞ്ചിരിയാണ്. എല്ലാം അങ്ങനെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ മാത്രമേ ഭഗവാൻ 6 ഭാവങ്ങൾ 6 ഭഗങ്ങൾ എന്നാണ് പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ 6 ഭഗങ്ങൾ നമുക്ക് തന്നെ കിട്ടും. ഏത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹം ഉണ്ടായാൽ ഭഗവാനിലേക്ക് ചേർന്നാൽ ആ സമയത്ത് ഏത് അവസരം വരുമ്പോൾ ഭഗവാൻ എടുത്തു തരും എന്ന് കാണിക്കാനാണ് ഭഗവാന്റെ എല്ലാ കഥകളും. ജീവാത്മാപരമായിട്ടുള്ള ഐക്യം ആണ് എല്ലാ കഥകളിലും കൂടി പറഞ്ഞു തരുന്നത്. തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ അഹങ്കാരം, ഞാൻ, എന്റേത് എന്നുള്ള മമതയാണ് എല്ലാത്തിലും. ഇത്രയും പ്രകടനങ്ങൾ ആചാര്യ നമുക്ക് പറഞ്ഞതിനുടനീളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ്. നമ്മളൊക്കെ ഭഗവാനെയാണ്, ഭഗവത് പാദത്തെയാണ് ആശ്രയിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ അഹങ്കാരത്തെ അല്ലാണ്ട് കാണിക്കുവാനാണ് എല്ലാ കഥകളും. ഇനി നമ്മൾ ആ കഥയിലേക്ക് കടക്കാം. ഉത്താനപാദ നൃപതീർമനുനന്ദ